ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ സൗത്ത് ആൻഡമാൻ ടു നോർത്ത് ആൻഡമാൻ റൈഡിൽ തേർഡ് ഡേ ആണ് ഇന്ന്. ഇപ്പോൾ നമ്മളുള്ളത് മായാബന്ദറിലാണ്. നമുക്ക് ഇന്ന് പോകാനുള്ളത് ഡിഗ്ലിപൂരിലേക്കാണ്. അതായത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നോർത്ത് ആൻഡമാൻ ഡിഗ്ലിപൂരിലേക്കാണ് ഇന്ന് പോകാനുള്ളത്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒരു ജർമ്മൻ ജെട്ടി കണ്ടിരുന്നു. ആ ജർമ്മൻ ജെട്ടി കാണാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇന്നലെ നൈറ്റ് വെളിച്ചം കുറവായിരുന്നതുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ മായാബന്ദറിലെ ഹെലിപ്പാഡാണ്. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഇവിടുത്തെ ബജാറാണ്. ഈ റൈറ്റ് സൈഡിൽ പോകുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലാണ് നമ്മൾ ഇന്നലെ ഒരു ബീച്ചിൽ പോയിരുന്നു. ആ ബീച്ചിൻ്റെ വഴിയാണ് കാണുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഓൾറെഡി ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇത് ജർമ്മൻ ജെട്ടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മായാബന്ദറാണ്. നമ്മൾ സൗത്ത് ആൻഡമാനിൽ നിന്നുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് തേർഡ് ഡേ, മൂന്നാം ദിവസം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മായാബന്ദർ. ഇന്ന് നമ്മൾ നോർത്ത് ആൻഡമാനിലേക്ക് പോകും, അതായത് ഡിഗ്ലിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഓൾറെഡി ഇപ്പോൾ ഉള്ള സ്ഥലം നമ്മൾ ഇന്നലെ നൈറ്റ് വന്നിരുന്നു, പക്ഷേ ലൈറ്റില്ലാതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ എന്തായാലും സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ഇത് പണ്ടത്തെ ഈ ജർമ്മൻ ജെട്ടിയുടെ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്ത അയൺ റാഡ്സും ഇവിടെ ഷിപ്പ് അടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഷിപ്പൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഇതായിരുന്നു, പാറയായിരുന്നു. പക്ഷേ അതിനെ ജർമ്മൻ ടെക്നോളജി വെച്ച് എന്തോ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇതിപ്പോഴാണൊന്ന് പുതുക്കി പണിത് റെഡിയാക്കിയത്. ഓൾറെഡി സൺറൈസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചൂടുണ്ട്. ഇപ്പോൾ മോർണിംഗിൽ തന്നെ മഴ പെയ്ത്, ആൻഡമാനിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മഴ തന്നെയായിരിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 ദിവസം 7 ദിവസമൊക്കെ നല്ല മഴയായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് വരുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക ആൻഡമാനിലേക്ക്. മൺസൂൺ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കൊരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. പോർട്ട് ബ്ലെയറിൽ വന്നു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ ചിലപ്പോൾ ഹോട്ടലിൽ തന്നെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വേറെ ഐലൻഡ്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഹാവിലൊക്കെ നെയിലോട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ബോട്ടൊന്നും ഉണ്ടാവില്ല. മായാബന്ദറിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു സൺറൈസ് സ്പോട്ടാണ്. മായാബന്ദർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. വലിയ ദൂരമൊന്നുമില്ല. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. വന്നിരിക്കാം, എൻജോയ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിയ വലിയ ഫിഷസും ഉണ്ട്. ഇതിൽ കഴിക്കുന്ന കുറേ ഫിഷുകളുണ്ട്. ഇപ്പോൾ ഈ ഓർണമെൻ്റൽ ടൈപ്പായിട്ടുള്ള അക്വേറിയത്തിലേക്ക് യൂസ് ചെയ്യുന്ന ഫിഷസിനെ ഇവിടുന്ന് പിടിക്കാൻ പറ്റില്ല. വൈൽഡ് ക്യാച്ചിങ് ആൻഡമാനിൽ പ്രൊഹിബിറ്റഡ് ആണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇതിനു മുൻപ്, എനിക്ക് ഇത്രയും ഫിഷൊക്കെ കിട്ടൂലേ, കയറ്റി അയച്ചുകൂടെ എന്നൊക്കെ. ബട്ട്
ഇത് നമ്മൾ പിടിക്കാൻ പാടില്ല. ഇവിടുത്തെ ആൻഡമാനിലെ വൈൽഡ് ലൈഫ് റൂൾ അനുസരിച്ചിട്ട് കോറൽ യൂസ് ചെയ്യാനോ, അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫുൾ റൂളാണ്. ബട്ട് ആൻഡമാനിൽ പ്രത്യേകിച്ച് ഈ ഫിഷിനൊന്നും പിടിക്കാൻ പാടില്ല. കഴിക്കുന്ന ഫിഷിനെ പിടിക്കാം, ബട്ട് ഇതുപോലെ ഓർണമെൻ്റലായിട്ടുള്ള ഫിഷസിനൊന്നും പിടിക്കാൻ പാടില്ല. വൈൽഡ് ഹാച്ചിങ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊരു മുൻകൂർ പെർമിഷൻ വാങ്ങണം. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കാം. ഇത് അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. മോർണിംഗ് വ്യൂ ഒക്കെ നല്ല രസമായിരിക്കും അവിടെ നിന്ന് കാണാൻ വേണ്ടി. ഇവിടെ കൂടുതലും കോട്ടേഴ്സുകളാണ്. ഈ ഏരിയയിലൊക്കെ കൂടുതലും കോട്ടേഴ്സുകളുണ്ട്. ഇങ്ങനെ ഫിഷറീസ് കോളനിയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് മേലെ കയറി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ട്രാൻസിസ്റ്റ് അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കോറൽസ്, കളർഫുൾ ഫിഷസ്. ഇവിടെ മെയിനായിട്ട് ബോട്ടൊന്നും വരാത്തത് കൊണ്ടാണ്, ഈ ഏരിയയിൽ ബോട്ടൊന്നും വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ കോറൽസൊക്കെ ഇപ്പോൾ ലൈവായിട്ടിരിക്കുന്നത്. പക്ഷെ ഇന്നിവിടെ ബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ഏരിയയിൽ ബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോറൽസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കാണാൻ പറ്റുന്നറിയില്ല. ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് മീനുകളാണ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് സീ അനിമോൺ, പിന്നെ നമ്മുടെ ക്ലോൺ ഫിഷ് ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടില്ലേ, സീ അനിമോൺ വിത്ത് ക്ലോൺ ഫിഷ്. ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് കാണാം. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഫിഷിനെ കാണാത്തവർ ആരും ഉണ്ടാവില്ല. ലയൺ ഫിഷ്, സ്കോർപിയോൺ ഫിഷ് എന്നൊക്കെ പറയും. ഇത് നമ്മുടെ മറൈൻ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിനകത്ത് വേറെ കുറേ കളർഫുൾ ഫിഷസും ഉണ്ട്. ഇങ്ങനെ നല്ലൊരു സൺറൈസൊക്കെ കണ്ടു. എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകണം. കൂടുതൽ കണ്ട് റൈഡേഴ്സ് എഴുന്നേറ്റിട്ടില്ല. ഇനിയിപ്പോൾ അവരൊക്കെ എണീപ്പിച്ചിട്ട് വേണം ഡിഗിലിപ്പൂരിലേക്ക് പോകണം. ഡിഗിലിപ്പൂരിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറത്തെ റൈഡ് ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും സ്ലോവിൽ പോകുന്നത് കൊണ്ട് ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മളുള്ളതിപ്പോൾ ജർമ്മൻ ചെട്ടി മയാബന്ദറിലാണ്. നമ്മൾ മയാബന്ദറിൽ നിന്ന് ഇപ്പോൾ രംഗത്തിലെ ഡിഗിലിപ്പൂർക്ക് പോവാണ്. നമുക്ക് ഇവിടുത്തെ റൈഡ് 3rd റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. മയാബന്ദർ ടു ഡിഗിലിപ്പൂർ 80 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. 2 മണിക്കൂർ റണ്ണിങ് ടൈം. എന്തായാലും കാണാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്.
അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഡിഗ്രിപ്പൂർ, ഇത് ഓസ്റ്റിൻ ബ്രിഡ്ജ് എന്ന് പറയും. ഓസ്റ്റിൻ ബ്രിഡ്ജ് കുറച്ച് നേരം നിന്ന് നിർത്തിയേക്കാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഓസ്റ്റിൻ ബ്രിഡ്ജ്. ഓസ്റ്റിൻ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ടൈമിങ് വരുന്നത് രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ് എൻട്രി. അതായത് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഈ ഓസ്റ്റിൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റിലാണ്. നമ്മൾ അറിയില്ല എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവുന്നത്. ഈ സാറ് മലയാളിയാണ്, ബാക്കിയുള്ളവരൊക്കെ ഉള്ളവരാണ്. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ. എന്നാലും നമ്മുടെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞു, കണ്ടോളാൻ പറഞ്ഞു. ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ ഡിഗ്രിപ്പൂർ റൈഡ് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. ഇവരെല്ലാവരും നല്ല പണിയിലാണ്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണിത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവരൊരു വ്യൂ പോയിൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺസ ലക്കടി സഗ്വാൻ. ഇത് സഗ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണിത്. ഒരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആണ് വ്യൂ പോയിൻ്റ്. ആൻഡമാനിൽ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നോർത്ത് ആൻഡ് മിഡിൽ ആൻഡമാനെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മളതുകൊണ്ടാണ് മലയാളീസായിട്ടുള്ള യാത്രക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ നോർത്ത് ആൻഡ് മിഡിൽ ആൻഡമാനൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ നോക്കുക. എന്തായാലും കാണാം. ഇതിൻ്റെ താഴെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു താഴെയും പോയി നോക്കിക്കോളാൻ പറഞ്ഞു. നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളതെന്നുള്ളത്. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ബ്രിഡ്ജിൻ്റെ അടിവശം. നമ്മളിപ്പോൾ കണ്ട ബ്രിഡ്ജിൻ്റെ അടിവശമാണിത്. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് മായാബന്ദർ, അതായത് മിഡിൽ ആൻഡമാനിലെ മായാബന്ദറിൽ നിന്ന് നമ്മൾ ഡിഗ്ലിപ്പൂർക്ക് പോകുന്ന വഴിക്കാണ്. ഈ ബ്രിഡ്ജാണ് നമ്മൾ ഓസ്റ്റിൻ ബ്രിഡ്ജ്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ വ്യൂ കണ്ടത്. ഇപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ താഴത്തോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും വഴിയുണ്ട്. ഇതാണ് ബ്രിഡ്ജ്. പാനിക്കട്ട് ബ്രിഡ്ജ് എന്നും പറയും ഇതിന്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളൊരു സംഭവം ക്രൊക്കഡൈൽ. ഇത് എല്ലായിടത്തും ഉണ്ട്. ആൻഡമാനിൽ ഒരു ഭൂരിഭാഗം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എന്താണെന്നറിയില്ല, നോക്കാം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഇതിൻ്റെ അകത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടേജാണ് ആക്ച്വലി. കോട്ടേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ഓസ്റ്റിൻ ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കൂടെയാണ് നമ്മളിപ്പോൾ പോയത്. കൊള്ളാം. എന്തായാലും ഇനി ഇതുപോലത്തെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡമാനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഡിഗ്ലിപ്പൂർ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഓസ്റ്റിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജാണ്. ബ്രിഡ്ജിന് തൊട്ടടുത്ത സ്ഥലമാണിത്. നമ്മളങ്ങനെ ഡിഗ്രിപ്പൂരെത്തി. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ഹോട്ടലിൽ പോകാൻ വേണ്ടി. ഫ്രണ്ടിൻ്റെ ഷോപ്പാണിത്. B2B മോട്ടോഴ്സ്.
പിന്നെ കയറാം. ഇപ്പോൾ ഷൂ ഒക്കെ അഴിക്കേണ്ടി വരും, അതുകൊണ്ട് പിന്നെ കയറാം. ഇതാണ് സുഭാഷ് ഗ്രാം, ഡിഗ്ലിപൂരിലെ തന്നെ മെയിൻ ഒരു മാർക്കറ്റ് ഏരിയയാണിത്. നമുക്കിനി ഇവിടെ നിന്ന് പോകണം ഏരിയൽ ബേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെയാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഏരിയൽ ബേ ജെട്ടി. നമുക്ക് ഇവിടെ നിന്നാണ് റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിലേക്കൊക്കെ പോകാനുള്ളത്. അതപ്പോൾ നാളെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ. നമ്മൾ റൂമിലൊക്കെ ഒന്ന് സെറ്റിലായി. നമ്മളൊന്ന് ബജാറിലേക്കൊക്കെ പോയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി ഇവിടെ. നാളെ എന്തായാലും നമുക്ക് റോസ് ആൻഡ് സ്മിത്തൊക്കെ പോകണം. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇവിടെ വേറെ ഒരു പ്രോബ്ലം വെച്ചാൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മൊബൈൽ നെറ്റ്വർക്ക് കുറവാണ് ഇവിടെ.